അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വറഹ്മുഹും. ഈ ഫോട്ടോയിൽ കാണുന്ന ഷിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവൻ പുതുമണവാളനാവാനിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 18 അവൻ്റെ കല്യാണം നടക്കാനിരിക്കുകയാണ്. ആ ഒരു സഹോദരനും അതേപോലെ 3 വ്യക്തികൾ ഇന്ന് പച്ച മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് അവരുടെ മുകളിലേക്ക് മണ്ണിട്ട് കുടുംബക്കാരും നാട്ടുകാരും തിരിച്ച് വീട്ടിലേക്ക് കടന്നുപോയി. ഇന്നലെയായിരുന്നു മറവൂര് വെച്ചിട്ടൊരു അപകടമുണ്ടായത്. ഒരു ബസ്സിലേക്ക് ഒരു കാറ് ഇരമ്പി വന്ന് ഇടിച്ച് കയറുന്ന ഒരു വീഡിയോ ഇന്നലെ കാണാനായിട്ട് കഴിഞ്ഞു. ആ ഒരു കാറിലുണ്ടായിരുന്ന അത്രയും ആളുകൾ മരണപ്പെട്ടു എന്നാണ് ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചത്. ഇന്നിതാ വാർത്ത പുറത്തു വരികയാണ്. ആ കാറിലുണ്ടായിരുന്ന 3 വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. ആ ഒരു കാർ ഓടിച്ച വ്യക്തിയാണ് ഈ കല്യാണം ഉറപ്പിച്ച ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി. അവനാണ് ആ ഒരു കാർ ഓടിച്ചത്. ആ ഒരു സഹോദരൻ അതിൽ വെച്ച് മരണപ്പെട്ടു. അതേപോലെ സക്കീന എന്ന് പറയുന്ന ഒരു സഹോദരി, അത് ഈ ഷിയാസിന്റെ ഭാര്യയുടെ ഉമ്മയാണ്. അവരും ആ ഒരു വാഹനത്തിൽ വെച്ച് മരിച്ചു. അതേപോലെ തന്നെ ബാസില എന്ന് പറയുന്ന വേറൊരു സഹോദരി, ആ സഹോദരിയും മരണപ്പെട്ടു. പിന്നെ ഉള്ളത് അഫ്രീന, അതേപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. അഫ്രീന, അവളാണ് ഷിയാസിന്റെ ഭാവി വധുവായിട്ട് വരേണ്ട പെൺകുട്ടി. അവൾ ഹോസ്പിറ്റലിലാണ് ഗുരുതരമായിട്ട് അപകടം പറ്റിയിട്ട്. ആ ഒരു സഹോദരിയുടെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം തൻ്റെ കൂടെ ജീവിക്കേണ്ടവൻ ഇന്ന് 6 അടി മണ്ണിലേക്ക് യാത്രയായിട്ടുണ്ട്. തൻ്റെ ഉമ്മയും കൂടെ പോയിട്ടുണ്ട് എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത ഏത് പെൺകുട്ടിക്കാണ് സഹിക്കാനായിട്ട് കഴിയുക? ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാസിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവൻ്റെ സുഹൃത്തുക്കളും കുടുംബക്കാരും കൂടെ 3 വാഹനങ്ങളിലായിട്ട് കരിപ്പൂര് എയർപോർട്ടിൽ കൊണ്ടുപോയാക്കിയതാണ്. അവിടെ നിന്ന് എല്ലാവരും പരസ്പരം സലാം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. ബാസിത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി. ഷിയാസ് അടങ്ങുന്ന 3 വാഹനത്തിലുള്ള ബന്ധുക്കൾ അവർ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് ഷിയാസ് ഓടിച്ച ആ ഒരു വാഹനം ബസ്സിലേക്ക് ഇടിച്ച് കയറുന്നത്. ബസ്സുകാരടുത്ത് തെറ്റില്ല. ബസ്സുകാർ പോകുന്ന അതേ റൂട്ടിലാണ് അവർ പോകുന്നത്. ഷിയാസിൻ്റെ വാഹനം ഈ വാഹനത്തിലേക്ക് വന്ന് കയറുകയാണ് എന്ന് ആ ഒരു CCTV ദൃശ്യം വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ കണ്ണിലേക്ക് ഉറക്ക് വന്നിട്ട് കണ്ണൊന്ന് മാളിയിട്ടുണ്ടാകും. അതാവും കൺട്രോൾ പോയിട്ടുണ്ടാവുക. കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു രംഗം. ആ ഒരു വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് എടുക്കുമ്പോൾ ചോരയിൽ കുളിച്ചിട്ടാണ് ഈ ഒരു വ്യക്തികൾ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. വാഹനം കീറി മുറിച്ചിട്ടാണ് ഓരോരുത്തരെയും പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ എടുക്കുന്ന ആളുകളുടെ കൈകാലുകൾ വിറക്കുകയായിരുന്നത്രേ. കാരണം ആ ഒരു രീതിയിലാണ് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന ബാസിത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരൻ ഷിയാസ് ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആ ഒരു വ്യക്തികൾ അതിലുണ്ടായിരുന്ന പലരും ഹോസ്പിറ്റലിലാണ് എന്ന്. നേരെ ഫ്ലൈറ്റ് കയറാൻ നിന്നില്ല ആ ഒരു സഹോദരൻ. ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ എത്തുമ്പോഴാണ് കൂട്ടുകാരനായ ഷിയാസ് എന്ന് പറയുന്ന സഹോദരനും ഫ്രീനയുടെ ഉമ്മയായ സക്കീനയും ബാസിത്തിന്റെ സ്വന്തം പെങ്ങളായ ബാസിലയും മരണത്തിന് കീഴടങ്ങിയെന്ന ഒരു രംഗം. എത്ര വലിയ വേദന ആ ഒരു സഹോദരൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഒരു നാട് തന്നെ വിതുമ്പിയ ഒരു നിമിഷമായിരുന്നു അത്. ഒരു കുടുംബത്തിലുള്ള എത്ര ആളുകൾ മരണത്തിന് കീഴടങ്ങിയെന്ന് ആലോചിച്ച് നോക്ക്. അവരെയാണ് ഇന്ന് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആ ഒരു ഷിയാസിൻ്റെയും അഫ്രീനയുടെയും കല്യാണത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഏപ്രിൽ 18 നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര അടുത്ത ദിവസമാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലുമാകുമല്ലോ അവരുണ്ടായിരുന്നത്.
പെടുന്നനെയുള്ള ആ ഒരു മരണം എങ്ങനെയാണ് ആ ഒരു സഹോദരിക്ക് അത് താങ്ങാനും ഉൾക്കൊള്ളാനും കഴിയുക എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചു പോകുന്നത്. അള്ളാഹു അതിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ചോൻ്റെ വലിയ ഖളാ തന്നെയാണ് ഈ ഒരു അപകടം എന്ന് പറയുന്നത്. നമുക്ക് ക്ഷമിക്കാനല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നിനും നമുക്ക് നിർവാഹമില്ലല്ലോ. അള്ളാഹു ആ കുടുംബത്തിനും ആ ഒരു നാട്ടുകാർക്കും ആ കുടുംബത്തിനും ആ ഒരു സഹോദരിക്കും ഒക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഒരു അപകടം നടക്കുന്നത് തന്നെ രാവിലെ 7 മണി അല്ലെങ്കിൽ 7:30 ആ ഒരു സമയത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ചിലപ്പോൾ ക്ഷീണം, ഉറക്ക് ആ ഷിയാസിനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന്. കാരണം ആ ഒരു വാഹനം വന്ന് ഇടിക്കുന്ന രംഗങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു രീതിയിലാണ് ഉറക്കാകാം ചിലപ്പോൾ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വാഹനം എന്ന് പറയുന്നത് വേറെ ഒരു ഭാഗത്തു കൂടി, വേറെ ഒരു വശത്തു കൂടി അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പിന് ജീവൻ വെച്ച ഒരു സംഗതിയാണ് ഈ വാഹനം എന്ന് പറയുന്നത്. നമ്മളെ എത്രയൊക്കെ തന്നെ അതെൻ്റെ കൺട്രോളിലാണ് എന്ന് അവകാശപ്പെടുകയാണ്, 100% ഡ്രൈവിങ്ങിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവൻ്റെ അടുത്തുനിന്നും അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം നമുക്കൊരിക്കലും വാഹനത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കാൻ കഴിയൂല. കാരണം വാഹനം എന്ന് പറയുന്നത് ഇരുമ്പിന് ജീവൻ വെച്ചൊരു സംഗതിയാണ്. ഒരാൾ പറയാണ് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, എനിക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പീഡിൽ ഒരാൾ നിരത്തിലേക്ക് വാഹനത്തിറങ്ങി. അവൻ്റെ എതിർദിശയിൽ നിന്ന് വരുന്ന വ്യക്തിയാകട്ടെ അത്രത്തോളം അയാൾക്ക് ഡ്രൈവിംഗ് അറിയൂല. ഇവൻ്റെ വരവ് കണ്ടിട്ട് അയാളൊന്ന് പേടിച്ചാൽ, അയാളൊന്ന് പതറിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടാകുന്ന അവസ്ഥ, ഇവൻ്റെ സ്പീഡൊന്ന് അയാളുടെ പതർച്ചയും കൂടി കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ 2 വാഹനങ്ങളും തമ്മിൽ ആ വാഹനങ്ങൾ കൂട്ടിയിടിച്ചാൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് വാഹനത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് ഒരാൾക്കും അവകാശപ്പെടാൻ കഴിയൂല. അള്ളാഹു നമ്മളൊക്കെ ഇതുപോലെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും.